അപ്പം മെസ്സിക്ക് റൊണാൾഡോനെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കും? കുസൃതി ചോദ്യം, കുസൃതിയുടെ രീതിയിലാണ്. ആലോചിക്ക്. കണ്ണും കാണത്തില്ല, സംസാരിക്കാനും പറ്റത്തില്ല. അമ്മച്ചിടയില് ഒരു കോഴിയും കോഴിയും ഒരു കൊക്കക്കോളയും ഉണ്ട്. Don't you worry, just follow everywhere I go. Top over the mountain as a valley low. Give you everything you be dreaming of. Just let me. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു പിന്നെ വലിയ ലെങ്ത് ഒന്നും ഇല്ലാത്ത ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഉച്ചക്കലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഞാൻ തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചു. പിന്നെ ദാണ്ട് തേങ്ങ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടേപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് കരുതി സെപ്പറേറ്റ് രണ്ടായിട്ട് അരയ്ക്കുന്നുണ്ട്. ഒന്ന് എരിവില്ലാത്ത രീതിയിൽ മത്തി പറ്റിക്കാനും മറ്റൊന്ന് എരിവുള്ള രീതിയിൽ മത്തി വറ്റിക്കാനും. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ കൊച്ചുമത്തി ഇട്ടിരുന്നു. അപ്പം അത് ഞാനെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് ഇന്നലത്തെ കൊച്ചുമത്തിയുടെ ബാലൻസ് ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേപ്പുണ്ട്. അതാണ് ഇന്ന് പീര വറ്റിക്കുന്നത്. രണ്ട് സെക്ഷനിലായിട്ടാണ് പീര വറ്റിക്കുന്നത്. പിന്നെ ഇച്ചിരി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ചോറ് വെക്കുന്നുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വോയിസ് കൊടുക്കുന്ന സമയത്ത് പിന്നെ മോള് കുറച്ച് കുസൃതി ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പം മോളുടെ കുസൃതി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തോ പറ. റൊണാൾഡോയും മെസ്സിയും മരുഭൂമിയിൽ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കും. മരുഭൂമിയിൽ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കും. റൊണാൾഡോയുടെ കാലിന് പരിക്ക് പറ്റി. ഇങ്ങനെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം മെസ്സിക്ക് റൊണാൾഡോനെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കും? മരുന്ന് മേടിക്കണം, കാലിന് ബ്ലീഡിങ് കിട്ടാനായിട്ട്. എങ്ങനെ മെസ്സി മരുന്ന് മേടിക്കും? അങ്ങനെ രക്ഷിക്കും. മരുഭൂമിയിലല്ലേ, മരുന്ന് എങ്ങനെ കിട്ടാനാ? കുസൃതി ചോദ്യം, കുസൃതിയുടെ രീതിയിലാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ ആൻസർ പറ. ഞാൻ പറയട്ടെ. മെസ്സി ദൂരെ പോവും, അപ്പൊ അത് ഫാറാവും. മെസ്സി അല്ലേ, അപ്പൊ ഫാറും മെസ്സിയും വരുമ്പോ ഫാർമസി ആവും. എന്നിട്ട് അവിടുന്ന് മരുന്ന് മേടിച്ചിട്ടുള്ള കാലിന്റെ മുന്നിലൊട്ടിക്കും. കൊള്ളാം. നെക്സ്റ്റ് ചോദ്യം. എളുപ്പം ചോദിക്കും. ഒരമ്മച്ചി ഒരു ട്രെയിനിലിരിപ്പുണ്ട്. അമ്മച്ചിക്ക് കണ്ണും കാണത്തില്ല, സംസാരിക്കാനും പറ്റത്തില്ല. അപ്പൊ അമ്മച്ചിയുടെ അടുത്തിരുന്നൊരു ആള് അമ്മച്ചിയൊക്കെ ചോദിച്ച് എങ്ങോട്ടാ പോണ്ടേന്ന് ചോദിച്ചു. അപ്പൊ അമ്മച്ചിയുടെ ഒരു കോഴിയും ഒരു കൊക്കക്കോളയും ഉണ്ട്. അപ്പോഴത്തേക്ക് അമ്മച്ചി എങ്ങനെ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു? പറയാനും അറിയത്തില്ലേ? കോഴിക്കോട് അല്ല, മലപ്പുറം. കോടായിരുന്നേ പിന്നെ കോഴിക്കോട് അങ്ങനെ പറയുന്നത്. കൊക്കക്കോള ആകുമ്പോൾ ഞാൻ എന്തോ പറയാനാ? ഇതില് സാധനമില്ല, ഞാൻ പറയാം. കൊള്ളാവട്ടെ, എങ്ങനെ പറയുന്നത്? അവിടേക്ക് എന്ത് ചെയ്യും? അമ്മച്ചി കോഴിയുടെ കഴുത്തി പിടിക്കും. കോന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കും. അതേപോലത്തേക്ക് അമ്മച്ചി മറ്റേ കോക്കിന്റെ ബോട്ടിൽ പൊട്ടിക്കും. ചീന്ന് പറഞ്ഞ ശബ്ദം വരും, കൊച്ചി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുസൃതി ചോദ്യങ്ങൾ കുറേ വീണ്ടും വന്നു. പിന്നെ ഞാനതൊന്നും റെക്കോർഡ് ചെയ്യാൻ പോയില്ല. കാരണം കുറച്ച് വീഡിയോ അല്ലേ ഉള്ളു. അപ്പം അതുകൊണ്ട് അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവളെൻ്റെ അടുത്ത് പറഞ്ഞു നാളെ ഇൻഷാ അള്ളാ വേറെ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാം ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ മോളെ ശരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മോളങ്ങ് ഉറങ്ങി. പിന്നെ ദാണ്ടേ നമ്മൾ മീൻ പീര പറ്റിച്ചു.
പിന്നെ അത് കഴിഞ്ഞ് വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുവാണ് മെഴുക്ക് വരട്ടാൻ. അതൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടുത്തെ ഉമ്മ പ്രത്യേകം പീര പറ്റിച്ചു, കാരണം എരിവില്ലാത്ത രീതിയിൽ വേറെ ചെയ്തു. ഞാൻ മത്തിയൊക്കെ വെട്ടിക്കൊടുത്തു. തേങ്ങ ഒക്കെ അരച്ചു കൊടുത്തപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എരിവില്ലാതെ എല്ലാം പറ്റിച്ചെല്ലാം വെച്ചു. അങ്ങനെ 2 സൈസ് പീര പറ്റിച്ചെല്ലാം കഴിഞ്ഞു. പിന്നെ വെണ്ടയ്ക്കായും മെഴുക്ക് വരട്ടി ചോറും ഒക്കെ ആയിട്ട് അത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം വൈകുന്നേരമായപ്പം മോള് പാട്ട് പാടാനായിട്ട് വന്നു കേട്ടോ. അപ്പം പിന്നെ അവൾ ഒരു മൈക്ക് ഉണ്ടാക്കി. അപ്പം നേരത്തെ പിന്നെ വാപ്പിച്ച് കൊണ്ടുവന്ന ഒരു മൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 പേരും മക്കൾ തമ്മിൽ വഴക്കിട്ടപ്പോൾ ഞാനതെടുത്ത് എങ്ങനെയോ എറിയോ കളയോ ഏതാണ്ട് ചെയ്ത്, അപ്പോൾ അത് മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ കിടന്ന് തപ്പിയിട്ട് അവസാനം മോള് പോയി തനി എന്നെ ക്രാഫ്റ്റ് ചെയ്ത് ഒരു മൈക്ക് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹം മൈക്ക് വെച്ച് പാടണമെന്ന് പറഞ്ഞു. മൈക്ക് ഞാൻ കളഞ്ഞെന്നുള്ള വിഷമം. അങ്ങനെ താണ്ടെ തനിയെ തന്നെ ഒരു മൈക്കൊക്കെ ഉണ്ടാക്കിയെടുത്ത്, ക്രാഫ്റ്റ് ചെയ്തൊരു മൈക്കൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നമുക്ക് പാട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് മൈക്കല്ലേ? എന്നാ വേണ്ട. ഓക്കെ. പാട്. Lily was a little girl, afraid of the big wide world. She grew up within against the walls. Now and then she tried to run, and with a setting sun, she ran in the woods away, so afraid, all alone. They warned her, don't go there, there's creatures who are hiding in the dark. Then something came creeping, it told her, don't you worry, just follow everywhere I go. Top over the mountains, a valley low, give you everything you'll be dreaming of, just let me in. Ooh. Everything you want ain't gonna be the magic story you've been told, and you'll be safe under my control, just let me in. Ooh. അപ്പോൾ വളരെ ലെങ്ത് ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞൻ വീഡിയോ ആയിരുന്നു ഇട്ടേക്കുന്നത്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബൈ.